ഹായ് നമസ്കാരം. RCB vs DC, ടു ഓഫ് ദ ബെസ്റ്റ് ടീംസ് ഓഫ് IPL 2025. അതാണ് ഈ മാച്ചിൻ്റെ പ്രത്യേകത. രണ്ട് ടീമും ഈ ഒരു IPL 2005 ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ടീമാണ്, വിൻ ചെയ്ത് മൊമെൻറ്റം ഉള്ള ടീമാണ്. അപ്പോൾ ഈ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ രണ്ട് ടീം തമ്മിൽ ആരാണ് ഈ ഒരു സുപ്രീമസിക്ക് വേണ്ടിയിട്ടുള്ളൊരു മത്സരമാണ്. ആരാണ് കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നതെന്ന് ഒരുപക്ഷെ അന്യോന്യം കാണിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ടീമുകളെ കാണിക്കാനും പറ്റുന്ന ഒരു മാച്ചാണ്. അതുപോലെ തന്നെ ടോപ്പ് 2 എത്തണമെന്നുള്ളത് രണ്ട് ടീമിനെ സംബന്ധിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ. കാരണം എലിമിനേറ്റർ കളിക്കണമെന്ന് ആരും ആഗ്രഹിക്കില്ല, ക്വാളിഫയർ കളിക്കണമെന്ന് തന്നെ ആയിരിക്കും രണ്ട് ടീമും ആഗ്രഹിക്കുന്നത്. സോ ഇപ്പം തൊട്ടുള്ള വിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോമിനേറ്റ് ചെയ്ത് ആ ഒരു വിന്നിങ് മൊമെൻറ്റം കീപ്പ് ചെയ്തുകൊണ്ട് പ്ലേ ഓഫിലേക്ക് പോകാനും ആ ടോപ്പ് 2 ആ ഒരു പൊസിഷൻസ് സീൽ ചെയ്യാനും രണ്ട് ടീമും തീർച്ചയായിട്ടും ട്രൈ ചെയ്യും. ഈ മാച്ചിൻ്റെ വേറൊരു പ്രത്യേകതയും ഇതിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന വേറൊരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, രാഹുൽ കഴിഞ്ഞ മത്സരത്തിൽ ചിന്നസ്വാമിയിൽ വന്നിട്ട് കാണിച്ച സെലിബ്രേഷൻ, അതായത് രാഹുലിൻ്റെ നാടാണ് ബാംഗ്ലൂർ, സോ അവിടെ വന്നിട്ട് ഇതെൻ്റെ നാടാണെന്ന രീതിയിലുള്ളൊരു സെലിബ്രേഷൻ കാണിച്ചിരുന്നു. സോ വിരാട് കോഹ്ലിയുടെ നാടാണ് ഡൽഹി. സോ ബാംഗ്ലൂർ ഡൽഹിയിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഈ ഒരു മാച്ച് ജയിച്ചിട്ട് വിരാട് കോഹ്ലി എന്ത് സെലിബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ RCB അത് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് തീർച്ചയായിട്ടും ഭയങ്കര കൗതുകമുണ്ട്. ഭയങ്കര കോൺട്രസ്റ്റ് ആയിരിക്കും. കാരണം ഡൽഹിക്കും അറിയാം RCB എന്താ പറയുന്നത് അത്രയും എഫേർട്ട് എടുത്തിട്ടായിരിക്കും, അത്രയും ഹാർഡായിട്ട് അവരുടെ മേൽ വരുമെന്ന്. കാരണം RCBക്ക് ഈ മാച്ച് വളരെ അതൊരു കുറച്ച് ഈഗോ ഇതും കൂടെയാണ് അവിടെ വന്ന് ഡൽഹി ജയിച്ചതുകൊണ്ട് തന്നെ. സോ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ചായിരിക്കും ഇത്. ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു ടീമായാലും തീർച്ചയായിട്ടും ബാറ്റ് ചെയ്യത്തുള്ളൂ. കാരണം 2024 തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മാച്ചസും ജയിച്ചിരിക്കുന്നത് ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീമാണ്. അതുപോലെ തന്നെ ഒരു ആവറേജ് ഒരു ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 244 ആണ്. അതുപോലെ തന്നെ ഹയസ്റ്റ് സ്കോർ 266 ആണ്. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊരു ഹൈ സ്കോറിങ് മാച്ചായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ടീം ടോസ് കിട്ടിയാലും ബാറ്റ് ചെയ്തിട്ടൊരു നല്ല സ്കോർ, അതായത് ഒരു 230+ സ്കോർ മുന്നോട്ട് വെച്ചിട്ട് ആ ഒരു സ്കോർ ബോർഡിൻ്റെ പ്രഷർ സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമിന്റെ മേളിലേക്ക് ഇട്ട് കളി ജയിക്കാനായിരിക്കും രണ്ട് ടീമും ട്രൈ ചെയ്യുന്നത്. എനിവേ RCB നമ്മൾ കഴിഞ്ഞ മാച്ചിൽ ചിന്നസ്വാമിയിൽ പറഞ്ഞിരുന്നു എങ്ങനെ പവർ പ്ലേ സൂക്ഷിച്ച് കളിക്കണം, 10 ഓവർ വരെ സൂക്ഷിച്ച് കളിക്കണം എന്നുള്ളത്. ഈ ഒരു മാച്ചിൽ അങ്ങനെ ഒന്നുമില്ല. RCB ഫുൾ പൊട്ടൻഷ്യൽ എടുത്തിട്ട് ഫുൾ എക്സ്പ്ലോസീവായിട്ട് ബാറ്റ് ചെയ്യാണ് ഈ മാച്ചിൽ വേണ്ടത്. അങ്ങനെ തന്നെ ആയിരിക്കും അവർ ചെയ്യാനും പോകുന്നത്. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പിന്റെ പൊട്ടൻഷ്യൽ മൊത്തം എടുത്തിട്ട് ഫുൾ ഓൺ അടിച്ച് കളിക്കാൻ തന്നെ ആയിരിക്കും RCB താല്പര്യപ്പെടുന്നത്. കാരണം ഈ ഒരു വെന്യൂ ചെറിയ ഗ്രൗണ്ടാണ്, അതുപോലെ ഹൈ സ്കോറിംഗ് വെന്യൂ ആണ്. സോ ഫസ്റ്റ് ബാറ്റ് ചെയ്യുക, മാക്സിമം റൺ എടുക്കുക എന്നുള്ളതായിരിക്കും RCB ട്രൈ ചെയ്യുന്നത്. സോ ഫിൽ സോൾട്ട്, വിരാട് കോഹ്ലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി രജത് പട്ടീദർ ഇന്ന് എങ്ങനെ കളിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ കൗതുകമുള്ള കാര്യമാണ്. കുൽദീപ് യാദവായിട്ടുള്ളൊരു ഒരു എങ്ങനെയായിരിക്കും ആ ഒരു കോൺടെസ്റ്റ് എന്നുള്ളത്. കാരണം മിഡിൽ ഓവേഴ്സിൽ രജത് പട്ടീദറാണ്. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള പോലുള്ളൊരു പ്രശ്നം പട്ടീദറിന് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ കുറച്ചും കൂടെ അനുകൂലമായിരിക്കും പട്ടീദറിന്. കുൽദീപിനെ എങ്ങനെ ഫേസ് ചെയ്യുക എന്നുള്ളത് ഡൽഹിയുടെ സ്പിന്നേഴ്സിനെ വിപ്രാജ്, അക്സർ പട്ടേലിനെയൊക്കെ മിഡിൽ ആയിട്ടുള്ള RCBയുടെ ബാറ്റ്സ്മാർ എങ്ങനെ ഫേസ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ജിതേഷ് ശർമ്മ, അപ്പോൾ ഇവരൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും കൗതുകമുള്ള കാര്യം തന്നെയാണ്. ഡൽഹിയും അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സ്കോർ അങ്ങോട്ട് സ്കോർ ബോർഡിലേക്ക് വെക്കാനായിരിക്കും ട്രൈ ചെയ്യുന്നത്. ഡൂപ്ലിസി തിരിച്ച് അവരുടെ ടീമിലേക്ക് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സോ അതൊരു നല്ല കോൺടെസ്റ്റ് ആയിരിക്കും. ഡൂപ്ലിസി കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് ആവും. ഡൽഹിയുടെ ഒരു ബാറ്റിംഗ് ഓൾറെഡി എക്സ്പ്ലോസീവ് ആണ്, ഡൂപ്ലിസി കൂടെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സ്ട്രെങ്ത് ആവും. അതിനകത്ത് ഈ മാച്ചിൽ വേറെ ഒരു കുറച്ച് കോൺടെസ്റ്റുകളുണ്ട്. അതായത് മിച്ചൽ സ്റ്റാർക്കും ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും തമ്മിലുള്ള ആ ഒരു കോൺടെസ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ മിഡിൽ ഓവേഴ്സിൽ നമ്മൾ പറഞ്ഞ പോലെ രജത് പട്ടീദർ, കുൽദീപ് യാദവ്. അതുപോലെ തന്നെ ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഇന്നിങ്സ് ടിം ഡേവിഡും ഷെപ്പേർഡും എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് അറിയാനായിട്ട് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് മോഹിത് ശർമ്മയായിട്ട് ഒക്കെ എറിയുന്ന ആ ഒരു ഡെത്ത് ഓവർ, അതുപോലെ തന്നെ ബാംഗ്ലൂരിൻ്റെ കേസ് വരുവാണെന്നുണ്ടെങ്കിൽ ഹേസുഡാൻ ഭുവി എറിയുന്ന ഡെത്ത് ഓവേഴ്സ് എങ്ങനെ അശുതോഷ് ശർമ്മ, വിബ്രാജ് അല്ലെങ്കിൽ സ്റ്റബ്സ് ഇവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന അറിയുന്നത് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ഓൾറെഡി പറഞ്ഞു ഡൂപ്ലിസി തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡൂപ്ലിസിയും പോറലും ആയിരിക്കും ഡൽഹിക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്നത്. കരുൺ നായർ ഡെഫിനറ്റ്ലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഡൽഹിയെ സംബന്ധിച്ച്. കാരണം അവർ ഡൂപ്ലിസി പോറൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോസീവ് ആണ്, പക്ഷെ ഭയങ്കര എക്സ്പ്ലോസീവ് അല്ല. അവിടെ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പ്ലെയർ കരുൺ നായരാണ്. കാരണം കരുൺ നായർ മുംബൈ ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടു എങ്ങനെയായിരുന്നു എന്നുള്ളത്. സോ അതുപോലെ തന്നെ KL രാഹുൽ എങ്ങനെ ഈ മാച്ച് കളിക്കും എന്നുള്ളതും തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ KL രാഹുൽ ഒരു ഹൈ സ്കോറിംഗ് വെന്യൂവിൽ എങ്ങനെ കളിക്കും എന്നുള്ളത് നമുക്ക് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ സ്റ്റബ്സ്, അശുതോഷ് ശർമ്മ, വിപ്രാജ്, അക്സർ പട്ടേൽ, ഡൽഹിയിലെ ബാറ്റിംഗ് ലൈനപ്പ് സ്ട്രോങ് ആണ്, എക്സ്പ്ലോസീവ് ആണ്. സോ എങ്ങനെ ഈ ഒരു മത്സരത്തിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നത് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്ത കൃണാൽ പാണ്ഡ്യയും അതുപോലെ സുയേഷ് ശർമ്മയും ഇങ്ങനെ ഒരു ഹൈ സ്കോറിംഗ് വെന്യൂവിലേക്ക് വരുമ്പോൾ എങ്ങനെ ബോൾ ചെയ്യുന്നുള്ളത് ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ക്രൂഷ്യലാണ് ആ മിഡിൽ ഓവേഴ്സിൽ.
അതുപോലെ തന്നെ യശ് ദയാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ആ ഒരു ഓപ്പണിംഗ് സ്പെല്ല് വരാൻ പാടില്ല. ഓപ്പണിംഗ് സ്പെല്ല് തീർച്ചയായിട്ടും ഭുവി ആൻഡ് ഹേസൽവുഡ് തന്നെ ആ ഒരു ഫസ്റ്റ് ഒരു 4 overs എറിയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു സ്റ്റാർട്ട് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. യശ് ദയാൽ ഒബ്വിയസ്ലി മിഡിൽ ഓവേഴ്സ് ആൻഡ് ടുവേർഡ്സ് ദ ഡെപ്ത് വരുന്നതായിരിക്കും കുറച്ചും കൂടെ മെച്ചം എന്ന് എനിക്ക് തോന്നുന്നു. ഇനി RCBയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പടിക്കൽ ഒബ്വിയസ്ലി ഒരു എന്ന് പറയുന്ന ഒരു അന്യായ ഫോമിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടു ഒരു നെടുന്തൂണായിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ്. അതുപോലെ തന്നെ നല്ല സ്ട്രൈക്ക് റേറ്റിലും കളിക്കാൻ പറ്റുന്നു എന്നുള്ളത് RCBയെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് പട്ടീദർ കുറച്ച് മാച്ചസ് ആയിട്ട് പെർഫോം ചെയ്യുന്നില്ല. ഒരു നല്ലൊരു സ്കോർ ഡ്യൂ ആണ്. അപ്പോൾ ഈ മാച്ചിൽ ഹൈ സ്കോറിംഗ് വെന്യൂ ആയതുകൊണ്ട് തന്നെ ഈ മാച്ചിൽ നല്ലൊരു പെർഫോമൻസ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ആൻഡ് ഒബ്വിയസ്ലി ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ് ആൻഡ് ഷെപ്പേർഡ് ഇവർ 3 പേരും എങ്ങനെ ഇത് ഫിനിഷ് ചെയ്യുന്നു എന്ന് കാണാനായിട്ട്, ഫസ്റ്റ് ബാറ്റ് ചെയ്താലും സെക്കൻഡ് ബാറ്റ് ചെയ്താലും എങ്ങനെ എക്സ്പ്ലോസീവായിട്ട് ഫിനിഷ് ചെയ്യുന്നത് കാണാനും തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഡൽഹിയുടെ ബോളിംഗിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കുൽദീപ്, അക്സർ, വിപ്രാജ് ഈ 3 പേരടങ്ങുന്ന സ്പിന്ന് അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിഡിൽ ഓവേഴ്സിൽ. അതുപോലെ തന്നെ മോഹിത് ശർമ്മ എങ്ങനെ എറിയുന്നുള്ളതും വളരെ ക്രൂഷ്യലായിരിക്കും അവരെ സംബന്ധിച്ച്. മിച്ചൽ സ്റ്റാർക്ക് ഒബ്വിയസ്ലി ആ ഫസ്റ്റ് സ്പെല്ലും അതുപോലെ തന്നെ ലാസ്റ്റ് സ്പെല്ലും നന്നായിട്ട് തന്നെ ഈ സീസണിൽ എറിയുന്നുണ്ട്. കഴിഞ്ഞ വർഷം കൊൽക്കത്തയിലെ പോലെ അല്ല, ഈ വർഷം കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് മിച്ചൽ സ്റ്റാർക്ക് കയ്യിൽ നിന്ന് വരുന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഡിപ്പെൻഡബിൾ ആണ് ഈ സീസണിൽ മിച്ചൽ സ്റ്റാർക്ക്. സോ ഇതൊരു ഈവൻ കോൺടെസ്റ്റ് ആണ്. 2 ടീമുകൾ തമ്മിൽ തൂക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവർ മികച്ചത്, ഇവർ വലുത്, ചെറുതെന്ന് പറയാനുള്ള ഒരു രീതിയിൽ നമുക്ക് പറ്റില്ല. കാരണം 2 ടീമും അത്ര നല്ല പെർഫോമൻസോടെയാണ് ഈ സീസണിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇനി അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RCBക്ക് ഒരു സ്ലൈറ്റ് എഡ്ജ് DCക്ക് മേളിലുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ പറയണ്ട. കാരണം ഒരു സൈഡിൽ RCBക്ക് ഒരു ഹൈ ഉണ്ടെങ്കിൽ വേറെ സൈഡിൽ ഡൽഹിക്കും ആ ഒരു ഹൈ ഉണ്ട്. സോ ഈക്വലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള 2 ടീമുകൾ തന്നെയാണ് ഇവർ രണ്ടുപേരും. എന്നെ സംബന്ധിച്ച് RCB ജയിച്ചാലും ഡൽഹി ജയിച്ചാലും എനിക്ക് ഹാപ്പിയാണ്. കാരണം RCB, ഡൽഹി, പഞ്ചാബ് പോലുള്ള ഇതുവരെ കപ്പടിക്കാത്ത ടീമുകൾ ഈ ഒരു സീസണിൽ പെർഫോം ചെയ്യുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ മാച്ചിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, KL രാഹുലിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഫിൽ സോൾട്ടിൻ്റെ ഒരു നല്ല ഇന്നിങ്സ് പ്രതീക്ഷിക്കുന്നു. കരുൺ നായർ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതും തീർച്ചയായിട്ടും ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഡുപ്ലിസി തിരിച്ചു വരുമ്പോൾ എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളതും മറ്റൊരു കാര്യം. ആൻഡ് ഓൾസോ ടിം ഡേവിഡ് ആൻഡ് റൊമാരിയോ ഷെപ്പേർഡിൻ്റെ അവർ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട്. റൊമാരിയോ ഷെപ്പേർഡ് ഇതുവരെ ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ല. സോ അവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ ഉള്ള ഒരു എക്സ്പ്ലോസീവ് ഫിനിഷിംഗ് കാണാനും തീർച്ചയായിട്ടും ഞാൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡൽഹി vs RCB മാച്ചിനെ പറ്റിയുള്ള പ്രതീക്ഷകൾ, തോട്ട്സ് ഒക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. എതിരഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.